കോൺസ്റ്റബിൾ തള്ളിക്കോളൂ. കേരളത്തിലുടനീളം അമ്പരചുംബികളായ ബോർഡുകളുണ്ട്, കട്ടൌട്ടുകളുണ്ട്. ഏത് ചാനൽ തുറന്നാലും UDF-ന്റെ പരസ്യമുണ്ട്, ഏത് സോഷ്യൽ മീഡിയ തുറന്നാലും UDF-ന്റെ പരസ്യമുണ്ട്. കനകൊലു എന്ന് പറയുന്ന സ്ട്രാറ്റജിസ്റ്റിനെ കൊണ്ടുവന്ന് KPCC പ്രസിഡന്റിന്റെ പോലും പണി കൊടുത്ത ഒരു KPCC ആണ് ഇവിടെ ഉള്ളത്. എവിടുന്നാണ് ഇവർക്ക് പണം? അവരുടെ പണം അപ്പോൾ നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു. വയനാട് ദുരന്തബാധിതരെ മുൻനിർത്തി പിരിച്ച് ആ പണം ഉപയോഗിച്ചാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഇവർ PR വർക്ക് നടത്തുന്നത് എന്ന് ഈ നാട് സംശയിക്കുന്നു. അത് വഴിയേ അറിഞ്ഞോളൂ. അതാണ്, ജനങ്ങളാണ് PR, അല്ലാതെ നിങ്ങൾ പറയുന്നത് പോലുള്ള PR അല്ല. അതായത് ഇന്റർവ്യൂ കണ്ടുകൊണ്ട് അതല്ല PR, ജനങ്ങളാണ് ഇവിടെ PR എന്നാണ് പറയുന്നത്. അതിൽ അസൂയപ്പെട്ടിട്ട് കാര്യമുണ്ട്. ആ ജനങ്ങള് കഴിഞ്ഞ 3 മാസം മുമ്പ് നടന്ന തെരഞ്ഞെടുപ്പിൽ വിധി എഴുതിയിട്ടുണ്ട്. ഇവർ ഭരിച്ച പഞ്ചായത്തുകളും ഇവർ ഭരിച്ച മുനിസിപ്പാലിറ്റികളും ഇവർ ഭരിച്ച കോർപ്പറേഷൻ കോഴിക്കോട് ഉൾപ്പെടെ എവിടെയാണ് ഇന്ന് നിൽക്കുന്നത് എന്നുള്ളത് ആ ജനങ്ങളുടെ PR ആർക്ക് അനുകൂലമാണെന്ന് ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഒന്ന് അതല്ല ഉദ്ദേശം. പ്രതിപക്ഷ നേതാവ് സംവാദത്തിന് ചോദിച്ചു. അപ്പൊ മുഖ്യമന്ത്രി പറഞ്ഞ സംവാദത്തിന് വരാം. അപ്പൊ ഞങ്ങൾ കരുതി മുഖ്യമന്ത്രി സംവാദത്തിന് വരും. യോധ സിനിമയിലെ നമ്മുടെ ജഗതിയുണ്ട്, അപ്പുസോട്ടോ, അതുപോലെ കാവിലെ പാട്ട് മത്സരത്തിന് വരാന്ന് പറഞ്ഞ മുഖ്യമന്ത്രിയാണ് നമ്മളിന്ന് കണ്ടത്. പ്രതിപക്ഷ നേതാവോട് നേർക്കുനേർ ചങ്കൂറ്റത്തോടുകൂടി ഈ 10 വർഷക്കാലത്തെ വികസനത്തെ ചർച്ച ചെയ്യാൻ നട്ടെല്ല് കാണിക്കാത്ത ഒരു മുഖ്യമന്ത്രി ഫേസ്ബുക്കിലൂടെ സംവാദം പറയുമ്പോൾ അത് കേരള ജനങ്ങൾ വളരെ കൃത്യമായിട്ട് കാണുന്നുണ്ട്. ഇവിടെ പ്രസംഗിച്ചല്ലോ, ഞങ്ങളല്ലാതെ മറ്റാരുണ്ട് എന്നാണ്. അതെ, അയ്യപ്പന്റെ സ്വർണം കട്ടത് നിങ്ങളല്ലാതെ മറ്റാരുണ്ട്? ആരുണ്ട് നിങ്ങൾ? പിന്നെ ഞങ്ങളല്ലാതെ മറ്റാരുണ്ട്? പയ്യന്നൂരിലെ ധനരാജി ഫണ്ട് സാരില്ലടാ, നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ നിന്റെ വിധി.